വിരുപ്പാക്ക സഹകരണ സ്പിന്നിംഗ് മില്ലിന് ശാപമോക്ഷമായി. അടച്ചും പൂട്ടിയും കാലങ്ങളായി മരണമണി മുഴക്കിയിരുന്ന സ്പിന്നിംഗ് മിൽ തുറക്കുന്നതിനു വേണ്ടി സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎയുടെ ഇടപെടലാണ് മിൽ തുറന്നു പ്രവർത്തിക്കാൻ ഇടയായത്. ലേ ഓഫ് അവസാനിപ്പിച്ച് ചുരുങ്ങിയ കാലയളവിൽ പ്രവർത്തന മികവിൽ എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അറിയിച്ചു. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളുടെ പുത്തനുണർവിനായുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി നൽകവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിരുപ്പാക്കയിൽ സ്ഥിതി ചെയ്യുന്ന തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ 2023 ഫെബ്രുവരി മുതൽ ലേ ഓഫിലാണ്. നിലവിൽ മിൽ റൂളിൽ സ്ഥിരമായും കരാർ അടിസ്ഥാനത്തിലും 138 സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്. മിൽ പ്രവർത്തനക്ഷമമാക്കിയാൽ ഈ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാനാകും. സംസ്ഥാന സർക്കാർ കോട്ടം ബോർഡ് രൂപീകരിച്ചതോടെ അസംസ്കൃത വസ്തുവായ പരുത്തിയുടെ ലഭ്യത ഉറപ്പാക്കാനാവുമെന്നുണ്ട്. വിരുപ്പാക്ക സ്പിന്നിംഗ് മില്ലിന്റെ കൈവശം ഇപ്പോൾ 10 ഏക്കർ ഭൂമിയാണുള്ളത്. വാഴാനി ഡാമിനോട് ചേർന്നുള്ള ഈ അധിക ഭൂമി ടൂറിസം അനുബന്ധ വ്യവസായങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. 30 കോടിയോളം രൂപ മുടക്കി കേരള സർക്കാർ നടപ്പിലാക്കിയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉത്പാദനക്ഷമതയുള്ള ആധുനിക മെഷീനുകൾ മില്ലിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മില്ലിന്റെ പേരിലുണ്ടായിരുന്ന 23 കോടി രൂപയുടെ വലിയ കുടിശ്ശിക സർക്കാർ ഏറ്റെടുത്ത് തള്ളി. തൃശൂർ സ്പിന്നിംഗ് മിൽ ലേ ഓഫ് അവസാനിപ്പിച്ച് പ്രവർത്തനം പുനരാരംഭിച്ച് സ്ഥാപനത്തെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎ സബ്മിഷൻ അവതരിപ്പിച്ചത്. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.